നമസ്കാരം. നമ്മളിപ്പോൾ കണ്ണൂർ ജില്ലയിലാണ്. ഏലിയ സാറിൻ്റെ കൂടെയാണുള്ളത്. ഇന്നിപ്പോൾ നമ്മളിവിടെ ഒരു സ്പ്രേ എടുക്കുകയാണ്. സ്പ്രേ എടുക്കാനുള്ള കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ ചിരങ്ങയിലും അതേപോലെ തന്നെ മത്തലിലും ബോട്ടിൽ ഗോഡും അതേപോലെ തന്നെ പമ്പിനും ഇതിൽ രണ്ടിലുമായിട്ട് നമുക്ക് ഇപ്പം ഡൗണി മിൽഡ്യൂ ഈ ഒരു ഏരിയയിനകത്ത് അധികമായിട്ട് വരികയാണ്. അപ്പോൾ ഈ ഡൗണി മിൽഡ്യൂവിനെ നമുക്ക് നിയന്ത്രിക്കാൻ വേണ്ടിയിട്ട് ഇതാണ് ഡൗണി മിൽഡ്യൂവിൻ്റെ സിംറ്റം. നമുക്ക് കാണുമ്പോൾ ഇങ്ങനെ യെല്ലോയും കാണും, അടിയിൽ പൗഡറി ഫോർമുലേഷൻ ഉണ്ടാവും. ഇങ്ങനെ വരുന്നതിൻ്റെ അകത്ത് നമുക്ക് ഇതിനെ നിയന്ത്രിക്കാൻ വേണ്ടി നമ്മളിപ്പോൾ ഇവിടെ കൊടുത്തുകൊണ്ടിരിക്കുന്നത് വെച്ചാൽ ബാസിലസ് സബ്സ്റ്റിനൻസ് നമ്മൾ കൊടുക്കുന്ന 5% ഉള്ള ബാസിലസ് സബ്സ്റ്റിനൻസും അതിൻ്റെ കൂടെ തന്നെ നമുക്കൊരു കെമിക്കലും ഞങ്ങളിപ്പോൾ ഇവിടെ പ്രിഫർ ചെയ്തത് എക്സഗോണസോളാണ്. അപ്പം എക്സഗോണസോൾ ചേട്ടൻ്റെ കയ്യിൽ ഉണ്ടായിരുന്നു. അപ്പോൾ അത് വെച്ചിട്ടാണ് നമ്മൾ കൊടുക്കുന്നത്. അപ്പോൾ ഞങ്ങൾ കൊടുത്തത് ഈ 5% നമ്മളുടെ ബാസിലസ് സബ്സ്റ്റിനൻസിന് നമ്മൾ കൊടുക്കുന്നത് വെച്ചാൽ 1 ഗ്രാം 1 ലിറ്ററിൻ്റെ അകത്ത് എന്നുള്ള രീതിയിലേക്ക് കൊടുക്കുന്നു. അതിൻ്റെ കൂടെ തന്നെ നമ്മൾ 1 ഗ്രാമിൻ്റെ അടുത്ത് എന്ത് ചെയ്യുന്നു, എക്സഗോണസോളും കൂടി ചേർത്തിട്ടാണ് നമ്മളിവിടെ ഈ ഒരു സ്പ്രേ എടുത്തത്. അപ്പോൾ നമ്മളിത് സ്പ്രേ എടുത്തു കഴിഞ്ഞാൽ നമുക്കിവിടെ ഉണ്ടാകുന്ന ഒരു ഗുണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു ഏരിയയിനകത്ത് ചെടിയിനകത്ത് മൊത്തമായിട്ടുള്ളൊരു വളർച്ചയിൽ ഡിഫറൻസ് കിട്ടും. അതേപോലെ തന്നെ പെട്ടെന്ന് മരുന്നടിക്കുന്ന സമയത്ത് ചെടിയുടെ ഇരുന്ന് പോകുന്നത് നമുക്ക് ഒഴിവാക്കിയെടുക്കാൻ പറ്റും. പിന്നെ ഇതിൻ്റെ അകത്ത് ചെടിയുടെ മൊത്തമായിട്ടുള്ള ഒരു ഡെവലപ്മെൻറ്റ് നമുക്ക് ഇതിനകത്ത് ബയോളജിക്കൽസ് കൊടുക്കുമ്പോൾ നമുക്ക് ഇതിൻ്റെ അകത്ത് സാധ്യമാക്കാൻ പറ്റും. അപ്പം ഇതിൻ്റെ ഒരു പ്രവർത്തനം എന്ന് പറയുന്നത് നമ്മളുടെ ആദ്യത്തെ സമയത്ത് കെമിക്കൽ ആക്ട് ചെയ്യുന്ന സമയത്ത് അതിൻ്റെ സ്പോർട്സിൻ്റെ അകത്തൊക്കെ ഒരു കൺട്രോൾ ഉണ്ടാവുകയും അതിനുശേഷം സ്പോർട്സ് ഡെവലപ്പ് ആവുന്നതിനെയൊക്കെ ബയോളജിക്കലായിട്ടുള്ള നമ്മുടെ ബാസിലസ് സബ്സ്റ്റൻസ് നശിപ്പിക്കുകയും ചെയ്യും. അതായത് അതിനെ മാനേജ് ചെയ്യുകയും ചെയ്യും. അപ്പോൾ അതിൻ്റെ അകത്ത് ഉണ്ടാവുന്നത് ആദ്യത്തെ രീതിയിലുള്ള കെമിക്കലുള്ള സമയത്തുള്ള കെമിക്കലിൻ്റെ ആധിപത്യത്തിൻ്റെ അകത്ത് കിട്ടുന്ന ഒരു കൺട്രോളിങ്ങും അതിനുശേഷം നമ്മളുടെ ബയോളജിക്കലിൻ്റെ അകത്ത് കിട്ടുന്ന ഒരു സസ്റ്റൈനബിൾ ആയിട്ടുള്ളൊരു മാനേജ്മെൻറ്റുമാണ് ഇതിൻ്റെ അകത്ത് സാധിക്കുന്നത്. അപ്പം അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഇങ്ങനെ ഒരു മാനേജ്മെൻറ്റ് പ്രാക്ടീസസ് ഇവിടെ എടുത്തത്. ഇങ്ങനെ ബോട്ടിങ് വന്നു കഴിഞ്ഞാൽ ഈ ഒരു പ്രശ്നം നമുക്ക് ഇവിടുത്തെ ചെടിയുടെ മുകളിലൊക്കെ നമുക്ക് കാണിക്കാൻ പറ്റും. ഇതൊക്കെ കാണുന്നതൊക്കെ ആ ഒരു പ്രശ്നമാണ്. അപ്പം ആ ഒരു പ്രോബ്ലത്തിന് വേണ്ടിയിട്ടാണ് ഇവിടെ കൊടുത്തത്. അപ്പോൾ വേറൊരു വീഡിയോ ആയിട്ട് ഇനി നമുക്ക് അടുത്ത സെക്ഷനിൽ കാണാൻ പറ്റും.